അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാവണം. വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി നളഉ ഫിൽ ഫറാഗിൽ ഔഫഖ മിമ്മാ ബൈനൽ ഖൗസൈനി. ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഏറ്റവും യോജിച്ച ഉത്തരം വിട്ടുപോയ ഭാഗത്ത് വെച്ചു കൊടുക്കാനാണ്. ഇവിടെ 5 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കേണ്ട ഏറ്റവും യോജിച്ച ഉത്തരം മുകളിലുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില ഏറാബുകളുടെ വിഷയത്തിലാണ് വാക്കുകൾ മാറുന്നത്. അപ്പോൾ അത് തെറ്റിയാൽ ഉത്തരങ്ങളൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നാൽ വളരെ ശ്രദ്ധയോടെ ഉത്തരം എഴുതണം. ഇവിടെ ബ്രാക്കറ്റിലുള്ളത് തഹിയ്യത്തുൻ, തഹിയ്യത്തൻ, അത് രണ്ടും കൂടിയാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒന്നാണ് ഇവിടെ ആവശ്യം ഉണ്ടാവുക. പിന്നെ അൽ ഇൻസാന, അൽ ഇൻസാനു നസ്ബും റഫും ആയിട്ട് വന്നിട്ടുണ്ട്. മുമ്പ് പറഞ്ഞതും അങ്ങനെ തന്നെ. പിന്നെ വാജിബത്തുൻ, വാജിബത്തൻ, അതിലേതെങ്കിലും ഒന്നേ നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ അൽ മത്വറു, അൽ മത്വറ. പിന്നെ മല്ലൂമൻ, മല്ലൂമുൻ. ഇങ്ങനെയാണ് ഇവിടെ ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഖുലിഖ ഡാഷ് ലഈഫ. ഖുലിഖാറിനെ സൃഷ്ടിക്കപ്പെട്ടു. പിന്നെ ലഈഫ ദുർബലനായി. ഇനി അവിടെ അതിൻ്റെ അടുത്ത് യോജിക്കുന്ന, അതിൻ്റെ ഇടയിൽ യോജിപ്പിക്കുന്ന ഒരു വാക്ക്, യോജിപ്പിക്കേണ്ട ഒരു വാക്ക് മുകളിലുണ്ട്. ഏതാണത്? ഇവിടെ ഖുലിഖ എന്നുള്ളത് പിന്നെ ഒരു മജ്ഹൂലായ ഫെയിലാണ്. പിന്നെ ലഈഫ എന്നപ്പുറത്തുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കേണ്ടത് ഒരു നായിബ് ഫായിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് അർത്ഥം കൂടി യോജിക്കുന്ന രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടു എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻസാന എന്നും ഇൻസാനു എന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കേണ്ടത് എന്താ വെച്ചാൽ നായിബ് ഫായിലായതുകൊണ്ട് നായിബ് ഫായിലിൻ്റെ ഇറാബ് റഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസാനു എന്നേ പറ്റുള്ളൂ, ഇൻസാന എന്ന് പറ്റൂല. അപ്പോൾ അതാണ് അവിടെ ചേർക്കേണ്ടത്. ഖുലിഖൽ ഇൻസാനു ലഈഫ. അതിൻ്റെ ആൻസർ പിന്നെ പേജ് നമ്പർ 5 ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്തിലെ 2ാമത്തെ വർക്കിൽ അത് വന്നിട്ടുണ്ട്. നഖറഉ അംസലത മിനൽ ഖുർആനി ഷരീഫ്. അതിലത് ആദ്യത്തെ തന്നെ ഖുലിഖൽ ഇൻസാനു ലഈഫ. രണ്ടാമത്തത് സൊല്ലൈന റക്അത്തൈനി ഡാഷ് ലിൽ മസ്ജിദി. സൊല്ലൈന റക്അത്തൈനി, ഞങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. ഇനി എന്തായി എന്നുള്ളത് മുകളിൽ ഒരു വാക്കിലോട് യോജിപ്പിച്ച് അവിടെ ചേർത്ത് കൊടുക്കാണ്ട് ലിൽ മസ്ജിദി എന്ന് അവിടെ ഉണ്ട്. ഏതാണത് യോജിക്കുന്ന വാക്ക്? ഏതാ? പിന്നെ സൊല്ലൈന ഞങ്ങൾ നിസ്കരിച്ചു, റക്അത്തൈനി 2 റക്അത്ത്. ഇനി അവിടെ ലിൽ മസ്ജിദി പള്ളിക്ക് വേണ്ടിയുള്ള, ഇനി അവിടെ ഒരു മഫ്ഊലു ലഹു ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏതാണ് വാക്ക്? തഹിയ്യത്തുൻ, തഹിയ്യത്തൻ എന്നീ 2 വാക്കുകളിൽ ഏതാണ് വെച്ചെടുക്കേണ്ടത്? മഫ്ഊലു ലഹു ആവുമ്പോൾ മഫ്ഊലു ലഹു എന്നതിൻ്റെ ഇറാബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നസ്ബാണ്. അപ്പോൾ തഹിയ്യത്തുൻ എന്നത് പറ്റൂല, തഹിയ്യത്തൻ എന്നാണ് അവിടെ ആൻസർ വരിക. സൊല്ലൈന റക്അത്തൈനി തഹിയ്യത്തൻ ലിൽ മസ്ജിദി. പേജ് നമ്പർ 9 ഇത് പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ പാഠത്തിലെ 4ാമത്തെ വരിയിൽ അതാ സൊല്ലൈന റക്അത്തൈനി തഹിയ്യത്തൻ ലിൽ മസ്ജിദി എന്നുണ്ട്. 3ാമത്തത് ഉൻസുർ അഖാക ളാലിമൻ ഔ ഡാഷ്. ഉൻസുർ അഖാക, നിൻ്റെ സഹോദരനെ നീ സഹായിക്കുക. ളാലിമൻ അക്രമിയാണെങ്കിലും, ഔ അല്ലെങ്കിൽ. ഇനി അതിനോട് യോജിക്കുന്ന അപ്പുറത്ത് യോജിപ്പിക്കേണ്ട ഒരു വാക്കും കൂടിയുണ്ട്. അതേതാ? അതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മളത് നോക്കിയാൽ മതി. ഈ ഔ എന്നുള്ള വാക്കുണ്ടല്ലോ, നമ്മളത് ആത്തിഫായിട്ട്, അത്തഫിൻ്റെ ഹർഫായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് ലാലിമൻ എന്നുള്ളത് മഅതൂഫ് അലൈഹി ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ശേഷം വരുന്നത് മഅതൂഫ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മഅതൂഫായിട്ടുള്ളൊരു വാക്കാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ മല്ലൂമൻ എന്നും മല്ലൂമുൻ എന്നും ഉണ്ട്. പിന്നെ ഇറാബും കൂടി നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മഅതൂഫ് അലൈഹിയോട് ഇറാബിൽ തുടരുന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ലാലിമൻ എന്നുണ്ട്, നസ്ബാണ്. അപ്പോൾ പിന്നെ ഔ കഴിഞ്ഞിട്ടുള്ള മഅതൂഫ് എങ്ങനെയായി വരണം? മല്ലൂമൻ എന്ന് വരണം, നസ്ബായിട്ട് തന്നെ വരണം. അപ്പോൾ ഇവിടെ ആൻസർ മല്ലൂമൻ എന്നാണ്. ഉൻസുർ അഖാക
നിൻ്റെ സഹോദരനെ നീ സഹായിക്കുക, ലാലിമൻ അക്രമിയാണെങ്കിലും ഔ അല്ലെങ്കിൽ മദ്ലൂമൻ ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും. ഏകദേശം അതുപോലുള്ളത് നമ്മൾ കാണാൻ പേജ് നമ്പർ 14 അഥവാ 5ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്തിലെ വർക്ക് 2ാമത്തേലതാ നുക്മിലു ബിൽ മുനാസിബി മിൻ ഹുറൂഫിൽ അത്തുഫി. അവിടെ ഉൻസുർ അഖാക ലാലിമൻ. പിന്നെ അത്തുഫിൻ്റെ അർഫ് വെച്ച് കൊടുക്കാൻ ഇവിടെ വന്നിട്ടുള്ളത് എങ്കിലും നമ്മൾ ഉദാഹരണത്തിൽ അങ്ങനെയുള്ളത് ഉൻസുർ അഖാക ലാലിമൻ ഔ മദ്ലൂമൻ. 4ാമത്തത് ഇന്ന സ്വലാത്ത ഡാഷ്. ഇന്ന സ്വലാത്ത തീർച്ചയായും നിസ്കാരം ഡാഷ്. ഏതാണ് ഇന്ന അവിടെ യോജിക്കുക? ഇതിവിടെ നമുക്കെങ്ങനെ ഉത്തരം കണ്ടെത്താം? ഇന്ന സ്വലാത്ത. ഇന്ന കണ്ടാൽ നമുക്കറിയാലോ, ഇന്ന വന്നാൽ പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളത് അപ്പുറത്തുള്ളത് ഇന്നൻ്റെ ഇസ്മാണ്, അതിന് നസ്ബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കിട്ടേണ്ടത് ഒരു ഖബർ കിട്ടണം. ഖബറിന് റഫ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് യോജിക്കുന്ന പദം ഏതാ അതിലുള്ളത്? ഇന്ന സ്വലാത്ത് തീർച്ചയായും നിസ്കാരം. ഇനി ഓരോന്ന് അർത്ഥം വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. ഇവിടെ വാജിബത്തുൻ വാജിബത്തൻ എന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നൻ്റെ ഇസ്മിന് നസ്ബും ഇന്നൻ്റെ ഖബറിന് റഫ് ആണ്. അപ്പോൾ ഇവിടെ റഫ് ആയിട്ട് വന്നിട്ടുള്ളത് വാജിബത്തുൻ എന്നുള്ളതാണ്. വാജിബത്തൻ പറ്റൂല, വാജിബത്തുൻ. ഇന്ന സ്വലാത്ത വാജിബത്തുൻ, തീർച്ചയായും നിസ്കാരം നിർബന്ധമാണ്. ഇത് പേജ് നമ്പർ 26 9ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്തിലെ വർക്ക് 2 ലാസ്റ്റതാ ഈ വാക്ക് ചേർത്ത് കൊടുത്തുങ്ങാണ്ടുള്ളത് വന്നിട്ടുണ്ട്. ഇന്ന സ്വലാത്ത. സ്വലാത്തിന് അവിടെ ചേർക്കേണ്ടത് വാജിബത്തിൽ നിന്ന് അവിടെ ഉണ്ട്. 5ാമത്തത് യുൻസിലുല്ലാഹു ഡാഷ്. യുൻസിലുല്ലാഹു അള്ളാഹു വർഷിപ്പിക്കും ഡാഷ്. അവിടെ എന്താണ് യോജിപ്പിക്കേണ്ടത്? ഇതിൻ്റെ ആൻസർ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് കാണാം. യുൻസിലുല്ലാഹു. യുൻസിലു എന്ന് കാണുമ്പോൾ അത് മജുഹുലാന്ന് വിചാരിക്കണ്ട, പിന്നെ അത് മഅറൂഫ് തന്നെയാണ്. അൻസല എന്ന ഫീലിൻ്റെ അൻസല മാളി, യുൻസിലു മുളാരി. അപ്പോൾ യുൻസിലുല്ലാഹു അള്ളാഹു വർഷിക്കും. യുൻസിലു എന്നുള്ളത് ഫീലാണ്, അള്ളാഹു എന്നുള്ളത് ഫായിലാണ്. അപ്പോൾ ഇനി അവിടെ ഒരു മഫ്ഊലാണ് വരേണ്ടത്. അപ്പോൾ അർത്ഥം കൂടി നോക്കുമ്പോൾ അള്ളാഹു മഴ വർഷിക്കും എന്നാണല്ലോ വരേണ്ടത്. അപ്പോൾ മഴ എന്നുള്ള അർത്ഥത്തിൽ മത്തൊറു മത്തൊറ എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫായിലിന് റഫ് ആണ്, മഫ്ഊലിന് നസ്ബാണ്. അപ്പോൾ അള്ളാഹു എന്നുള്ള ഫായിലിന് ഇവിടെ റഫ് ഉണ്ട്. ഇനി മഫ്ഊല് വരുന്നത് നസ്ബായിട്ട് വരണം. അപ്പോൾ ഇവിടെ അൽ മത്വ റ എന്നാണ് വരേണ്ടത്. മത്തൊറു പറ്റൂല, അൽ മത്വറ. യുൻസിലുല്ലാഹു അൽ മത്വറ, അള്ളാഹു മഴ വർഷിക്കും. ഇത് പേജ് നമ്പർ 6 ഇതേ ഉത്തരം കൊടുത്തിട്ടുണ്ട്, ഇതേ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പിന്നെ 2ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്തുകളിലെ ഏറ്റവും ലാസ്റ്റ് പേജിൽ, അതാ 6ാമത്തെ പേജിൽ ആദ്യത്തെ നുലാഹിലുൽ ജദ്വല. ഫീല് ഫായില് മഫൂല് അതേപോലെ ഫീല് നായിബ് ഫായിലൊക്കെ ഉദാഹരണമുള്ളതിൽ ഏറ്റവും അവസാനത്തതായി യുൻസിലുല്ലാഹുൽ മത്വറ എന്ന് വന്നിട്ടുണ്ട്. ഉത്തരങ്ങളൊന്നുകൂടി പറയാം. 1 ഖുലിഖൽ ഇൻസാനു ലഈഫ. 2 സല്ലൈന റകഅത്തൈനി തഹിയ്യത്തൻ ലിൽ മസ്ജിദി. 3 ഉൻസുർ അഖാക ലാലിമൻ ഔ മദ്ലൂമൻ. 4 ഇന്ന സ്വലാത്ത വാജിബത്തുൻ. 5 യുൻസിലുല്ലാഹു അൽ മത്വറ. 2 നളഉ അലാമത്ത സ്വഹീഹി അലൽ മുനാസിബ്. ഇവിടെ 5 ചോദ്യങ്ങളാണുള്ളത്. 5 ചോദ്യങ്ങൾക്ക് ഈ 2 ഉത്തരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ശരി ഉണ്ടാവുക. അപ്പോൾ ആ യോജിച്ചതിൻ്റെ കള്ളിയിൽ ടിക്ക് ചെയ്യാനാണ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ 2 കള്ളിയിലും കൂടി ടിക്ക് ചെയ്യരുത്. പിന്നെ ഒരു കള്ളിയിൽ നിന്ന് ടിക്ക് തുടങ്ങി അടുത്ത കള്ളിയിൽ അവസാനിക്കുന്ന രീതിയിലൊന്നും ഉണ്ടാവരുത്, അതൊക്കെ മാർക്കിനെ ബാധിക്കും. 1ാമത്തെ ചോദ്യം യസ്വമുൽ മുസ്ലിമൂന. മുസ്ലിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു. ഇനി ഇവിടെ 2 ഉത്തരങ്ങളാണുള്ളത്. ഷഹ്റൻ ഷഹ്റിൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ഇറാബ് ശ്രദ്ധിച്ചിട്ടാണ് ആൻസർ കൊടുക്കേണ്ടത്. അർത്ഥം രണ്ടും ഒന്നാണെങ്കിലും ഇറാബ് ശ്രദ്ധിക്കണം. എന്താണ് അതിൻ്റെ ഉത്തരം? ഏതാണ് ഇതിൻ്റെ ഉത്തരം? നമുക്കെങ്ങനെ കാണാം? ഇവിടെ യസൂമുൽ മുസ്ലിമൂന അല്ലേ, യസൂമു ഫെയിലും മുസ്ലിമൂന ഫായിലും ഇവിടെ ഉണ്ട്. ഇനി ഒരു മഫ്ഊലാണ്, മഫ്ഊല് ഫീഹിയാണ് ഇവിടെ ഉള്ളത്. അതിൽ തന്നെ ലർഫു സമാനും ലർഫു മക്കാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷഹറൻ ഒരു മാസം എന്ന് കാണുമ്പോൾ നമുക്കറിയത് ലർഫ് സമാനാണ്. ഏതായാലും പിന്നെ മഫ്ഊലാണ് എന്തായാലും. അതിൽ മഫ്ഊലിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നസ്ബാണ്. ലർഫ് സമാനും മക്കാനൊക്കെ ആണെങ്കിലൊക്കെ നസ്ബാന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നസ്ബായിട്ടാണ് വരേണ്ടത്. നസ്ബായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഷഹ്റൻ എന്നാണ്. അപ്പോൾ അതാണ് അവിടെ വരിക. യസൂൽ മുസ്ലിമൂന ഷഹ്റൻ. അത് പേജ് നമ്പർ 8 അഥവാ 2ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്തിലെ അറബിയാക്കാൻ വേണ്ടിങ്ങാണ്ട് അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ അറബിയാക്കി കണ്ടുപിടിച്ചിട്ടുണ്ടാകും. മുസ്ലിങ്ങൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കുന്നു. അതിൻ്റെ അറബിയാണിത്. യസൂമുൽ മുസ്ലിമൂന ഷഹ്റൻ.
രണ്ടാമത്തത് ഐന ബൈത്തുക്ക ഫിൽ ഖറിയത്തി ഡാഷ് ഫിൽ മദീനത്തി. ഐന ബൈത്തുക്ക നിൻ്റെ വീട് എവിടെയാണ്? ഫിൽ ഖറിയത്തി ഗ്രാമത്തിൽ. ഇനി അവിടെ ഗ്രാമത്തിലാണോ അതല്ല പട്ടണത്തിലാണോ എന്നുള്ള ചോദ്യമാണ് വരേണ്ടത്. അപ്പോൾ അവിടെ ഫിൽ ഖറിയത്തി കഴിഞ്ഞിട്ടൊരു വാക്ക് ചെറിയൊരു ഹർഫ് ചേർത്ത് കൊടുക്കാണ്ട്. ഏതാണത്? ഫ എന്നാണോ അതല്ല എന്നാണോ? ഇതിൻ്റെ ഉത്തരം സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അർത്ഥം ഒന്ന് യോജിപ്പിച്ചാൽ മതി. അതിനെ ബൈത്തുക്ക നിൻ്റെ വീട് എവിടെ? ഫിൽ ഖറിയത്തി ഗ്രാമത്തിലാണോ അതല്ല പട്ടണത്തിലാണോ എന്നുള്ള ആ ചോദ്യം ആ ഒരു അർത്ഥം വരുന്ന രീതിയിലുള്ള വാക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ അപ്പോൾ ഏതാണ് വരിക? ഇവിടെ എന്നുള്ളതാണ് വരിക. അതിനെ ബൈത്തുക്ക നിൻ്റെ വീട് എവിടെ? ഫിൽ ഖറിയത്തി ഗ്രാമത്തിലാണോ ഫിൽ മദീനത്തി പട്ടണത്തിലാണോ? ഇത് പിന്നെ പേജ് നമ്പർ 14 അഥവാ 5-ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്തിൽ രണ്ടാമത്തെ നുക്മിലു ബിൽ മുനാസിബി മിൻ ഹുറൂഫിൽ അത്ഫി ആ വർക്കിൽ അവസാനത്തതായിട്ട് അത് വന്നിരിക്കണം. അതിന് ബൈത്തുക ഫിൽ ഖറിയത്തി ഡാഷ് ഫിൽ മദീനത്തി. ഇതേ ചോദ്യം അവിടെ വന്നിട്ടുണ്ട്. അവിടെ ചേർത്തിരിക്കേണ്ടത്, അവിടെ ടിക്ക് ചെയ്യേണ്ടത് എന്നാണ്. ഇനി മൂന്നാമത്തത് മഅന ആസിമ. ആസിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തലസ്ഥാനം, ജില്ല. ഇതിലേതാണ് ശരി? അതിൻ്റെ ഉത്തരം ആ വാക്ക് വന്നിട്ടുള്ളത് പേജ് നമ്പർ 17 6-ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്തിൽ. 17-ാമത്തെ പേജിൽ ആദ്യത്തേത് അനുകവ്വിനു അർബഅ ജുംലിൻ ബിൽ കലിമാത്തില്ലാത്തിയ. അതിൽ രണ്ടാമത്തെ വാക്കത് ആസിമത്ത്. അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? തലസ്ഥാനം. അപ്പോൾ ഇവിടെ തലസ്ഥാനം എന്നുള്ളതാണ് ടിക്ക് ചെയ്യേണ്ടത്. ഇനി നാലാമത്തത് ഖാമൽ ഹാലിറൂന ഇക്റാമൻ ലിൽ ആലിമി ഫ ഇക്റാമൻ. ഖാമൽ ഹാലിറൂന ഹാജരായവർ എഴുന്നേറ്റ് നിന്നു. ഇക്റാമൻ ലിൽ ആലിമി പണ്ഡിതനെ ബഹുമാനിച്ചുകൊണ്ട്. അപ്പോൾ ഇക്റാമൻ എന്നുള്ളത് എന്താണ്? മഫ്ഊലുൻ ഫീഹി മഫ്ഊലുൻ ലഹു. മഫ്ഊലു ഫീഹി ആണോ മഫ്ഊലു ലഹു ആണോ? ഏതാണ് ശരി ഉത്തരം? അതിൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചിട്ടുള്ളത് പാഠം 3-ലാണ്. പേജ് നമ്പർ 9 പാഠം 3-ലാണ് ഈ വിഷയമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏകദേശം അതേ ഉദാഹരണം ആദ്യവും അതേപോലെ ആ പാഠത്തിൻ്റെ അവസാന തദ്രീബാത്തിലെ രണ്ടാമത്തെ ഉദാഹരണമൊക്കെ ഏകദേശം ഇതുപോലത്തേതാണ്. എങ്ങനെ നമുക്ക് ഉത്തരം കണ്ടെത്താം? ഖാമൽ ഹാലിറൂന ഹാജരായവർ എഴുന്നേറ്റ് നിന്നു. ഇക്റാമൻ ലിൽ ആലിമി പണ്ഡിതനെ ബഹുമാനിച്ചതിന് വേണ്ടി. ഫ ഇക്റാമൻ. അപ്പോൾ ഇക്റാമ എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഈ ആ പാഠത്തിൽ പഠിച്ചത് എന്താ? ഇക്റാമൻ എന്നുള്ളത് മസ്ദറാണല്ലോ. അപ്പോൾ എന്താണ് ആ പാഠത്തിൽ പഠിച്ചത്? മസ്ദറുൻ തുബയ്യീനു സബബ വുഖൂഇൽ ഫീലില്ലദീ ഖബ്ലഹ. അതിൻ്റെ മുമ്പ് സംഭവിച്ച ഫീലിൻ്റെ കാരണത്തെ വ്യക്തമാക്കി തരും. അപ്പോൾ ഇവിടെ ഖാമ എഴുന്നേറ്റ് നിന്നു. എന്തിനാണ് എഴുന്നേറ്റ് നിന്നത്? ഇക്റാമൻ ബഹുമാനിച്ചതിന് വേണ്ടി. അപ്പോൾ അത് മഫ്ഊലു ലഹു ആണ്. നമ്മൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ടിക്ക് ചെയ്യേണ്ടത് മഫ്ഊലു ലഹു എന്നുള്ളതാണ്. 5-ാമത്തത് ലാക്കിൻ. ലാക്കിൻ എന്നുള്ളത് ഹർഫുൻ ഫീലുൻ. അത് ഹർഫാണോ ഫീലാണോ? അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി പേജ് നമ്പർ 13 തുറന്നു നോക്കുക. 5-ാമത്തെ പാഠം അതിലെ 2-ാമത്തെ പാരഗ്രാഫിലതാ ഹുറൂഫുൽ അത്ഫി അഷറത്തുൻ. അത്ഫിൻ്റെ അക്ഷരങ്ങൾ 10 ഔ ബൽ ഹത്ത ഫാഉൻ വാവുൻ ലാക്കിൻ സുമ്മ ഇമ്മ ലാ. അപ്പോൾ ലാക്കിൻ എന്നുള്ളത് എന്താണ്? ഹർഫാണ്. അത്ഫിൻ്റെ ഹർഫാണ്. ഇവിടെ ഹർഫ് ഫീൽ എന്നുള്ളതാണ് ഹർഫാണ് ടിക്ക് ചെയ്യേണ്ടത്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1 യസൂമുൽ മുസ്ലിമൂന ഷഹ്റൻ. 2 ഐന ബൈത്തുക ഫിൽ ഖറിയത്തി ഫിൽ മദീനത്തി. 3 മഅന ആസിമ തലസ്ഥാനം. 4 ഖാമൽ ഹാലിറൂന ഇക്റാമൻ ലിൽ ആലിമി ഫ ഇക്റാമൻ മഫ്ഊലു ലഹു ലാക്കിൻ ഹർഫുൻ. ഇനി 3-ാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു. പൂരിപ്പിക്കാനാണ്. ചില ഭാഗത്തൊക്കെ ചില വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്, അത് പൂരിപ്പിച്ചു കൊടുക്കണം. 1-ാമത്തേത് 5 ചോദ്യങ്ങളുണ്ട്. 1-ാമത്തെ ചോദ്യം അൽ വലതു കുട്ടി ഡാഷ് യഹ്ലുർ ഫിൽ മദ്രസത്തി. മദ്രസയിൽ ഹാജരായിട്ടില്ല എന്നർത്ഥം വരുന്ന രീതിയിൽ ഇവിടെ യഹ്ലുർ ജസ്മ് കണ്ടതുകൊണ്ട് എന്താണ് അവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട വാക്ക്? അതിൻ്റെ ഉത്തരം നമുക്കങ്ങനെ കണ്ടെത്താം. ഇവിടെ യഹ്ലുർ എന്നുണ്ട്, ജസ്മ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാക്കുക ജസ്മ് ചെയ്യുന്ന ഒരു ആമിൽ അവിടെ വരണ്ട എന്നുള്ളത്. അപ്പോൾ അർത്ഥമൊക്കെ നോക്കിങ്ങാണ്ട് എങ്ങനെ അത് ശരിയാക്കാം? അൽ വലതു കുട്ടി ലം യഹ്ലുർ ഹാജരായിട്ടില്ല ഫിൽ മദ്രസത്തി മദ്രസയിൽ ഹാജരായിട്ടില്ല. ഇത് പേജ് നമ്പർ 32 തുറന്നു നോക്കിയാൽ അതിൻ്റെ 11-ാമത്തെ പാഠത്തിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നുക്കമ്മിലു ബിൽ മുനാസിബി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അൽ വലദുല്ലം. പിന്നെ അവിടെ
യഹ്ലുർ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏതായാലും നമുക്ക് ഉത്തരവിടെ കിട്ടിയിട്ടുണ്ട്, ലമ്മാണ് ചേർത്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തത് അൽ ഖംറു ഡാഷ് അൽ ഖബാഇസി. അൽ ഖംറു കള്ള്, അൽ ഖബാഇസി പിന്നെ തിന്മകളുടെ എന്തോ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ചേർത്ത് കൊടുക്കേണ്ട പദം ഏതാണ്? അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 25 തുറന്നു നോക്കിയാൽ കാണാം. 9ാമത്തെ പാഠത്തിൽ ആദ്യത്തെ പാരഗ്രാഫിൽ ലാസ്റ്റത് പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖംറു ഉമ്മുൽ ഖബാഇസി. അൽ ഖംറു ഉമ്മുൽ ഖബാഇസി. അപ്പോൾ ഉമ്മു എന്നാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. മദ്യം എല്ലാ തിന്മയുടെയും മാതാവാണ്. മൂന്നാമത്തത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ഡാഷ്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പലയിടത്തും നമ്മൾ പഠിച്ചതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു എന്താണ് അവിടെ ചേർക്കേണ്ടത്? അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി പേജ് നമ്പർ 15 തുറക്കുക. 6ാമത്തെ പാഠത്തിൽ പിന്നെ 2ാമത്തെ പാരഗ്രാഫിലെ 3ാമത്തെ വരി ലാസ്റ്റ് അതാ ഖാല സുബ്ഹാനഹു വ തആല ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പോൾ ഇവിടെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു കഴിഞ്ഞിട്ട് ലഹാഫിളൂൻ എന്ന ജംഉ മുദക്കർ സാലിമാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഹാഫിളൂൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായും ഈ ഗ്രന്ഥത്തെ നാമാണ് ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. 4ാമത്തത് വ ഇലസ്സമായി കൈഫ ഡാഷ്. വ ഇലസ്സമായി ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, കൈഫ എങ്ങനെയാണ്. ഇനി അവിടെ ഒരു വാക്കും കൂടി ചേർക്കാണ്ടല്ലോ. അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. പിന്നെ പേജ് നമ്പർ 4 തുറന്നു നോക്കിയാൽ കാണാം 1ാമത്തെ പാഠം. അതിൽ ആദ്യത്തെ വരി അവസാനത വ ഇലസ്സമായി കൈഫ റുഫിഅത്ത്. വ ഇലസ്സമായി കൈഫ റുഫിഅത്ത് ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, കൈഫ റുഫിഅത്ത് എങ്ങനെയാണ് അതിനെ ഉയർത്തപ്പെട്ടത്. അപ്പോൾ റുഫിഅത്ത് എന്ന മജ്ഹൂലായൊരു വാക്കാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. 5ാമത്തത് ഇദാ ദുക്കിറ മഅൽ ഫീലി ഫായിലുഹു യുസമ്മ ഡാഷ്. ഇദാ ദുക്കിറ മഅൽ ഫീലി ഒരു ഫീലിൻ്റെ കൂടെ പറയപ്പെട്ടാൽ ഫായിലുഹു അതിൻ്റെ ഫായിലിനെ, യുസമ്മ അങ്ങനെ പറയപ്പെട്ടാൽ യുസമ്മ അതിൻ്റെ പേര് പറയും. എന്താണ് പേര് പറയുക? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 4 തന്നെ 3ാമത്തെ പാരഗ്രാഫിലതാ അൽ ഫീലു നൗആനി. ഫീല് 2 വിധമാണ്, മഅറൂഫും മജ്ഹൂലും. മഅറൂഫും മജ്ഹൂലും. ഇനി നോക്കൂ, ഇദാ ദുക്കിറ മഅൽ ഫീലി ഫായിലുഹു യുസമ്മ മഅറൂഫൻ. അപ്പോൾ മഅറൂഫൻ എന്നാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇദാ ദുക്കിറ മഅൽ ഫീലി ഒരു ഫീലിൻ്റെ കൂടെ പറയപ്പെട്ടാൽ ഫായിലുഹു അതിൻ്റെ ഫായിലിനെ, യുസമ്മ അതിൻ്റെ പേര് പറയപ്പെടും മഅറൂഫൻ, മഅറൂഫ് എന്ന പേര് പറയപ്പെടും. അപ്പോൾ മഅറൂഫൻ എന്ന വാക്കാണ് അവിടെ ചേർക്കേണ്ടത്. ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു. അൽ വലദു ലം യഹ്ലുർ ഫിൽ മദ്റസത്തി. 2 അൽ ഖംറു ഉമ്മുൽ ഖബാഇസി. 3 ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. 4 വ ഇലസ്സമായി കൈഫ റുഫിഅത്ത്. 5 ഇദാ ദുക്കിറ മഅൽ ഫീലി ഫായിലുഹു യുസമ്മ മഅറൂഫൻ. 4ാമത്തെ ആക്ടിവിറ്റി നുഅദ്ദിബു അറബിയാക്കാനാണ്. ഒറ്റ ചോദ്യമാണ് ഇതിലുള്ളത്. എന്താണ്? അൻവർ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നു. അവൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ 2 പോർഷനാക്കിങ്ങാണ്ട് എഴുതുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. അൻവർ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നു, അത് ആദ്യം എഴുതി കൊടുക്കുക. പിന്നെ അത് ആദ്യം അറബിയാക്കുക. പിന്നെ അവൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, അത് രണ്ടാമത് അത് അറബിയാക്കുക. ഇതെങ്ങനെ നമുക്ക് അറബിയാക്കാം? ഇതിൻ്റെ ആൻസർ ഏകദേശം ഇതിലെ ചില വാക്കുകളൊക്കെ പിന്നെ പേജ് നമ്പർ 22 8ാമത്തെ പാഠം ജസാക്കല്ലാഹു ഖൈറ എന്നുള്ള പാഠത്തിൽ ആദ്യ പാരഗ്രാഫിൽ വന്നിട്ടുണ്ട്. പിന്നെ ലിസാനായതുകൊണ്ട് പുസ്തകത്തിലുള്ള അതേപോലെ തന്നെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ പഠിച്ച നിയമങ്ങൾക്കനുസരിച്ച് പുസ്തകത്തിൻ്റെ പുറത്തുള്ള ഉദാഹരണങ്ങളും അതേപോലെ അറബിയാക്കാനും അതേപോലെ പിന്നെ അർത്ഥം എഴുതാനും അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കൂ, ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട് താനും. അൻവർ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം ഫെയിൽ എഴുതി കൊടുക്കണം. യജ്ലിസു ഇരിക്കുന്നു എന്നുള്ളതിന് യജ്ലിസു എന്നല്ല പറയാം. പിന്നെ ആരാണ് ഫായിലാണ് പിന്നെ വരിക, ആരാണത് ഇവിടെ അൻവർ എന്നാണ്. അപ്പോൾ യജ്ലിസു അൻവറുൻ. ഇനി അവിടെ ഇരിക്കുന്നത് മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പോൾ ചുവട്ടിൽ എന്നുള്ളത് തഹത്ത, നമ്മൾ ലർഫ് മക്കാനൊക്കെ പഠിച്ചല്ലോ. തഹത്ത മരത്തിന് ഷജറത്ത് എന്ന് പറയാം. അപ്പോൾ തഹത്ത ഷജറത്തി. യജ്ലിസു അൻവറുൻ തഹത്ത ഷജറത്തി. അൻവർ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നു. ഇനി അവൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവൻ എന്നുള്ളത് നമ്മൾ പിന്നെ ലമീറുകൾ മുത്തസിലായ ലമീർ മുൻഫസിലായ ലമീറൊക്കെ പഠിച്ചു. അതിൽ മുൻഫസിലായ ലമീറാണ് ഞാൻ അവിടെ ചേർക്കേണ്ടത് ഹുവ. അവൻ ദാരിസുൻ.
വിദ്യാർത്ഥിയാണ്. ഫിസ്സൊഫി സാബിർ, ഏഴാം ക്ലാസ്സിലെ എന്നൊക്കെ പറയാം. അപ്പോൾ അവൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഹുവ ദാരിസുൻ ഫിസ്സൊഫി സാബിറി. ഉത്തരം ഒന്നും കൂടി പറയാം. അൻവർ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നു. അവൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. യജ്ലിസു അൻവറുൻ തഹ്ത ഷജറത്തി ഹുവ ദാരിസുൻ ഫിസ്സൊഫി സാബിറി. 5ാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലുൽ ഫറാഗ ബിൽ ലമാഇരിൽ മുനാസിബ. യോജിച്ച ലമീർ കൊണ്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചു കൊടുക്കാനാണ്. ഒരു ചോദ്യമുള്ളൂ. ഖാലിദുൻ വലദുൻ ഡാഷ് ത്വാലിബുൻ. ഖാലിദ് ഒരു ആൺകുട്ടിയാണ്. ഇനി ഡാഷ് അവിടെ ലമീർ ചേർക്കാണ്ട് ത്വാലിബുൻ വിദ്യാർത്ഥിയാണ്. ഇനി ബൈത്തു ഡാഷ് ഫി ഖറിയത്തിൻ. അവൻ്റെ വീട് ഗ്രാമത്തിലാണ് എന്നാണ് അവിടെ ഒരു ലമീർ ചേർക്കാണ്ട്. പിന്നെ അബൂ ഡാഷ് താജിറുൻ. അവൻ്റെ പിതാവ് കച്ചവടക്കാരനാണ്. അപ്പോൾ അവിടെ ലമീർ ചേർക്കണം. പിന്നെ ഡാഷ് യദ്ഹബാനി ഇലാ ബൈത്തി ഡാഷ്. ഇനി ഡാഷ് യദ്ഹബാനി അവർ രണ്ടുപേരും പോകുന്നു. അപ്പോൾ അവിടെ ഒരു ലമീർ ചേർക്കാണ്ട്. പിന്നെ ഇലാ ബൈത്തി ഡാഷ് രണ്ടുപേരുടെയും വീട്ടിലേക്ക്. ഇവിടെയൊക്കെ മുത്തസിലായ ലമീറും മുൻഫസിലായ ലമീറുകളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട്. എങ്ങനെയാണ് ചേർക്കുക? ഇവിടെ നമ്മൾ ഏതൊക്കെ ലമീറാണ് വെച്ച് കൊടുക്കേണ്ടത്? ഇത് നമ്മൾ 22ാമത്തെ പേജ് 8ാമത്തെ പാഠം. ആ പാഠത്തിൽ പിന്നെ ലമീറുകളൊക്കെ കുറിച്ചൊക്കെ പഠിച്ചല്ലോ. ഇവിടെ മുത്തസിലായ ലമീറും മുൻഫസിലായ ലമീറുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ മുഫ്രദ്, മുസന്ന, ജംഅ്, അതേപോലെ മുദക്കർ, മുഅന്നസ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. ഖാലിദുൻ വലദുൻ. ഖാലിദ് ഒരു വിദ്യാർത്ഥിയാണ്. മുദക്കർ മുഫ്രദ് മുദക്കറായതാണ്. അപ്പം ഞാൻ അതിനോട് യോജിക്കുന്ന ഒരു ലമീർ അവിടെ ചേർക്കണം. അവൻ വിദ്യാർത്ഥിയാണ് എന്ന് വരണം. അപ്പോൾ അവൻ എന്നുള്ളതിൻ്റെ ഒരു മുൻഫസിലായ ലമീറാണ് ഹുവ. അപ്പോൾ ഹുവ എന്നവിടെ ചേർക്കാം. ഇനി ഇവിടെ അവൻ്റെ വീട് എന്നാണ് അർത്ഥം പറയേണ്ടത്. ബൈത്തു അവൻ്റെ വീട്. അപ്പോൾ അവൻ്റെ വീട് എന്നുള്ളതിൻ്റെ മുത്തസിലായ ലമീർ അവിടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അവൻ്റെ മുഫ്രദ് മുദക്കറായതുകൊണ്ട് ഹു എന്നാണ് ചേർക്കേണ്ടത്. ബൈത്തുഹു അവൻ്റെ വീട് ഫി ഖറിയത്തിൻ ഗ്രാമത്തിലാണ്. ഇനി അതേപോലെ തന്നെ ഒരു മുത്തസിലായ ലമീർ ഒന്നും കൂടി ചേർക്കണം. അവൻ്റെ പിതാവ് എന്ന് വരണം. അബൂ മുഫ്രദ് മുദക്കറായതുകൊണ്ട് ഹു എന്ന് തന്നെ ചേർക്കുക. അബൂഹു താജിറുൻ. അവൻ്റെ പിതാവ് കച്ചവടക്കാരനാണ്. ഇനി യദ്ഹബാനി ഇവിടെ വന്നു. അവർ രണ്ടുപേരും പോകുന്നു. മുസന്നയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനോട് യോജിക്കുന്ന പിന്നെ ഏത് ലമീറാണ്? മുസന്നയായ ലമീർ മുൻഫസിലായ ഒരു ലമീറാണ് ചേർക്കേണ്ടത്. ഏതാണത്? ഹുമാ എന്നുള്ളതാണ്. അപ്പോൾ ഹുമാ യദ്ഹബാനി. ഇനി ഇലാ ബൈത്തി അവരുടെ രണ്ടുപേരുടെയും വീട്ടിലേക്ക്. അപ്പോൾ അവിടെ മുത്തസിലായ ലമീർ ചേർക്കണം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഹുമ എന്ന് തന്നെ ചേർക്കേണ്ടത്. പക്ഷേ ഇവിടെ ജെറിൻ്റെ അറഫൊക്കെ വന്നതുകൊണ്ട് ഇല വന്നതുകൊണ്ട് ഹിമ എന്നാകും. ഇലാ ബൈത്തി ഹിമ. ഒന്നും കൂടി പറയാം. ഖാലിദുൻ വലദുൻ ഹുവ ത്വാലിബുൻ ബൈത്തുഹു ഫി ഖറിയത്തിൻ അബൂഹു താജിറുൻ ഹുമാ യദ്ഹബാനി ഇലാ ബൈത്തി ഹിമാ. 6ാമത്തത് നക്തുബുൽ ജംഅ സാലിം. ജംഅ് സാലിം എഴുതാനാണ്. അഥവാ ഇവിടെ നമ്മൾ ജംഅ് മുദക്കർ സാലിമും ജംഅ് മുഅന്നസ് സാലിമും പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതാണ് എഴുതേണ്ടത് എന്ന് ശ്രദ്ധിക്കുക. 3 ചോദ്യങ്ങളാണുള്ളത്. 1 മുസ്ലിമുൻ, അതേപോലെ 2 മുശ്രിക്കത്തുൻ, 3 സ്വായിമുൻ. ഇതിൻ്റെ ജംഅുകൾ എഴുതാനാണ്. അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 19 തുറന്നു നോക്കി കാണാം. 7ാമത്തെ പാഠത്തിൻ്റെ പിന്നെ 19ാമത്തെ പേജിൽ തസ്രീഫ് എന്ന് പറഞ്ഞിട്ട് മുഫ്രദ് മുദക്കർ, അതേപോലെ ജമ്മു മുദക്കർ സാലിമും മുഫ്രദ് മുഅന്നസും ജമ്മു മുദക്കർ സാലിമും ഒക്കെ ഉണ്ട്. ഇവിടെ 1ാമത്തെ മുസ്ലിമുൻ എന്നാണ്. ഇത് മുഫ്രദ് മുദക്കറാണ്. അപ്പോൾ അതിൻ്റെ ജമ്മു മുദക്കർ സാലിം എങ്ങനെ വരിക? മുസ്ലിമൂന. ലാസ്റ്റ് ഒരു വാവും നൂനും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മുസ്ലിമൂന എന്ന് വരും. ഇവിടെ പേജ് നമ്പർ 19 അതാ ആദ്യത്തെ ഉദാഹരണം തന്നെ അതാ കൊടുത്തിട്ടുണ്ട്. ഇനി 2ാമത്തത് മുശ്രിക്കത്തുൻ എന്നാണ്. അത് മുഫ്രദ് മുഅന്നസാണ്. അപ്പോൾ അതിൻ്റെ ജംഅ് മുഅന്നസ് സാലിമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അത് ആ പേജിൽ തന്നെ ആ ബോക്സിൽ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. മുശ്രിക്കാത്തുൻ. മുശ്രിക്കത്തിൻ്റെ ജംഅ് മുഅന്നസ് സാലിം മുശ്രിക്കാത്തുൻ. ഇനി 3ാമത്തത് സ്വായിമുൻ എന്നാണ്. സ്വായിമുൻ അത് മുഫ്രദ് മുദക്കറാണ്. അപ്പോൾ അതിൻ്റെ ജംഅ് മുദക്കർ സാലിം സ്വായിമൂന. ലാസ്റ്റ് വാവുനൂനും ചേർക്കുക. സ്വായിമൂന. ഇതേ ബോക്സിൽ ആദ്യത്തെ ആ ഭാഗത്ത്
അവസാനത്തിൻ്റെ തൊട്ട് മുമ്പ് കൊടുത്തിട്ടുണ്ട് സ്വാഇമുൻ സ്വാഇമൂന. ഒന്നും കൂടി പറയാം. 1 മുസ്ലിമുൻ മുസ്ലിമൂന, 2 മുശ്രിക്കത്തുൻ മുശ്രിക്കാത്തുൻ, 3 സ്വാഇമുൻ സ്വാഇമൂന. 7ാമത്തെ ആക്ടിവിറ്റി നജഅലുൽ ഫിഅല മജ്ഹൂലൻ ഫിൽ ജുംലത്തിൽ ആതിയത്തി മഅ തബ്ദീലിൻ മുഹ്താജിൻ. ശേഷം വരുന്ന ജുംലകൾ ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് മജ്ഹൂലാക്കാനാണ്. ഇവിടെ മഅറൂഫായ ജുംലയാണുള്ളത്, നമ്മൾ മജ്ഹൂലാക്കണം. എന്താണ്? ഫറളല്ലാഹു അസ്സൗമ, അള്ളാഹു നോമ്പിനെ ഫറലാക്കി, നിർബന്ധമാക്കി. അതിനെ മജ്ഹൂലാക്കണം. എങ്ങനെയാണ് ആക്കുക? ഫറള എന്നുള്ള ഈ സുലാസി മുജറദായ ഈ ഫീല്, 3 അക്ഷരമുള്ള ഈ ഫീലിനെ മജ്ഹൂലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ കൊടുക്കണം, 2ാമത്തെ അക്ഷരത്തിന് കെസർ, അവസാനത്തെ അക്ഷരത്തിന് ഫത്തഹ്. അപ്പോൾ ഫറള എന്നുള്ളത് ഫുരിള എന്നാകും. ഇനി അള്ളാഹു എന്നുള്ള ഫായിലിനെ എന്ത് ചെയ്യണം? നമ്മൾ കളയണം. എന്നിട്ട് മഫ്ഊലു ബിഹി ആയ സൗമ് എന്നുള്ളതിനെ നായിബ് ഫായിലായിട്ട് ഫായിലിൻ്റെ സ്ഥാനത്ത് റഫ് ആക്കി വെക്കണം. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ 1ാമത്തെ പാഠത്തിൽ. ഇദാ കാനൽ ഫീലു മജ്ഹൂലൻ യുഖാമു മഫ്ഊലും ബിഹി മർഫൂഅൻ മഖാമൽ ഫായിലി എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സൗമ എന്നുള്ള മഫ്ഊല് ബിഹിയെ റഫ് ആക്കിങ്ങാണ്ട് ഫായിലിൻ്റെ സ്ഥാനത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ സൗമു എന്നാവും. ഫുരിള സൗമു എന്ന് സിമ്പിളായിട്ട് ചെയ്യാം. ഇത് 5ാമത്തെ പേജിൽ, അഥവാ നമ്മുടെ 1ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്തിൽ പിന്നെ 3ാമത്തെ വർക്കായിട്ട് ഇതേപോലെ വന്നിട്ടുണ്ട്. നജഅൽ അഫ്അലാത്തിയ മജ്ഹൂലൻ, അതാ അവിടെ 3ാമത്തേതായിട്ട് ഫറളല്ലാഹു അസ്സൗമ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുരിള സൗമു എന്നാവും. ഒന്നും കൂടി പറയാം. ഫറളല്ലാഹു അസ്സൗമ ഫുരിള സൗമു. 8ാമത്തെ ആക്ടിവിറ്റി അദ്ഖിൽ കാന ഫി അവൽ ജുംലത്തി മഅ തബ്ദീൽ ഹറക്കാത്തി. താഴെ ഉള്ള ജുംല അതിൽ കാന ചേർത്ത് കൊടുക്കണം. അതിൽ ഹർക്കത്തുകളൊക്കെ മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റങ്ങളോടുകൂടി കാന ഈ ജുംലയുടെ ആദ്യത്തിൽ ചേർത്തൊടുത്തുങ്ങാണ്ട് മാറ്റിയതാണ് വേണ്ടത്. അർറജുലു ഖാരിഉൻ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതെങ്ങനെ നമുക്ക് കാന ചേർത്ത് എഴുതാം? നമ്മൾ 10ാമത്തെ പാഠത്തിൽ അതെന്താണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യാന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാന വാഹവാത്ത് പഠിച്ചു കൊടുത്ത്, കാന സോറ ബാത്ത അസ്ബഹൊക്കെ പഠിച്ചു. അതെന്താണ് ചെയ്യുക? കുല്ലുഹ തർഫഉൽ ഇസ്മ വ തൻസിബുൽ ഖബറ. ഇസ്മിന് റഫ്ഉം ഖബറിൻ്റെ നസ്ബുമാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാന ചേർത്താൽ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കാനയുടെ ഇസ്മായ റജുലിന് റഫ് ചെയ്യണം. അപ്പോൾ അർറജുലു എന്ന് തന്നെ വരിക, കാന റജുലു. ഇനി ഖാരിഉൻ എന്നുള്ളത് അതിൻ്റെ ഖബറായിട്ടാണ് വരിക, അതിന് നസ്ബ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഖാരിഉൻ എന്നുള്ളത് ഖാരിഅൻ എന്നാവും. അർറജുലു ഖാരിഉൻ എന്നുള്ളത് കാനർറജുലു ഖാരിഅൻ എന്നാവും. പേജ് നമ്പർ 29 അഥവാ ഈ 10ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്തിൽ 2ാമത്തെ വർക്കത അതിൽ 2ാമതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാനക്ക് പകരം അസ്ബഹാണ് ഉപയോഗിച്ചത് മാത്രം. അസ്ബഹർ റജുലു ഖാരിഅൻ എന്നുള്ളത് അർറജുലു ഖാരിഉൻ എന്നാവും. തിരിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒന്നും കൂടി പറയാം. അർറജുലു ഖാരിഉൻ കാനർ റജുലു ഖാരിഅൻ. 9ാമത്തെ ആക്ടിവിറ്റി അദ്ഖിൽ ഇന്ന ഫി അവൽ ജുംലത്തി മഅ തബ്ദീലിൽ ഹറക്കാത്ത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇന്നയാണ് ജുംലയുടെ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ചോദ്യം അൽ ഖംറു മുളിറുൻ എന്നാണ്. അൽ ഖംറു മുളിറുൻ എങ്ങനെ നമുക്ക് ഇന്ന ചേർത്ത് എഴുതാം? പേജ് നമ്പർ 25 9ാമത്തെ പാഠത്തിലാണ് ഇത് സംബന്ധമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന വാഹവാത്തൊക്കെ പഠിച്ചില്ല. ഇന്ന അന്നാക്ക അന്ന ലാക്കിന്ന ലൈത്ത ലഅല്ല. ഇതെന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ പാഠത്തിൽ അവസാനം പഠിച്ചിട്ടുണ്ട്. മുബത്തദ ഖബറിൻ്റെ മേലിലാണിത് പ്രവേശിക്കുക. അപ്പോൾ മുബത്തദക്ക് അഥവാ ഇസ്മിനെന്നും പറയാം, അതിന് നസ്ബ് ചെയ്യും, അതിൻ്റെ ഖബറിന് റഫ് ചെയ്യുന്നതാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇന്ന ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഇസ്മായ ഖംറു എന്നുള്ളത് അതിന് നസ്ബ് ചെയ്താൽ ഖംറ എന്നാവും. ഇന്നൽ ഖംറ. പിന്നെ മുളിറുൻ എന്നുള്ളത് റഫായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. മുളിറുൻ ഇന്നൽ ഖംറ മുളിറുൻ. ഇതേ പാഠത്തിൻ്റെ തദ്രീബാത്തിലെ 2ാമത്തെ വർക്കിൽ നുക്മിനു ബിൽ മുനാസിബിൻ്റെത് പൂരിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇന്നൽ ഖംറ മുളിറുൻ. ഒന്നും കൂടി പറയുന്നു. അൽ ഖംറു മുളിറുൻ
ഇന്നൽ ഖംറ മുളിറുൻ. 10ാമത്തെ ആക്ടിവിറ്റി നുജീബു, ഉത്തരേതാനാണ്. 2 ചോദ്യങ്ങളുണ്ട്. 1 ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു മൻ ഖാല ഹാദാ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇത് മൻ ഖാല ഹാദാ, ഇതാരാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ലിസാനായതുകൊണ്ട് അറബിയിൽ തന്നെ ഉത്തരം എഴുതണം. അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 15 തുറന്നു നോക്കി കാണാം. 6ാമത്തെ പാഠത്തിൽ 2ാമത്തെ പാരഗ്രാഫിലെ 5ാമത്തെ വരിയിലത ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു. ആരാണ് പറഞ്ഞത്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു മൻ ഖാല ഹാദാ. അതിൻ്റെ ആൻസർ ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2ാമത്തത് ഐനൽ മസ്ജിദുൻ നബവിയ്യു. ഐനൽ മസ്ജിദുൻ നബവി, മസ്ജിദുൻ നബവി എവിടെയാണ്? എങ്ങനെ അതിൻ്റെ ഉത്തരം എഴുതും? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 13 തുറന്നു നോക്കിയാൽ മതി. 5ാമത്തെ പാഠത്തിൽ ആദ്യ പാരഗ്രാഫിൽ അത് പറയുന്നു. 3ാമത്തെ വരിയിൽ വൽ മദീനത്തു, മദീന ഫിഹ അവിടെയാണ് അൽ മസ്ജിദുൻ നബവിയു, മസ്ജിദുൻ നബവി. വ ഫിഹ അവിടെയാണ് ഖബറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഖബറും. നമ്മുടെ ചോദ്യം ഐനൽ മസ്ജിദുൻ നബവി, മസ്ജിദുൻ നബി എവിടെയാണെന്നാണ്. അതിൻ്റെ ആൻസർ ഫിൽ മദീനത്തി, മദീനയിലാണ്. ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു. 1 ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു മൻ ഖാല ഹാദാ ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ഐനൽ മസ്ജിദുൻ നബവിയു ഫിൽ മദീനത്തി. 11ാമത്തെ ആക്ടിവിറ്റി നൽബിത്തു ബിൽ അഷ്കാലി. 3 ചോദ്യങ്ങളാണുള്ളത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഹർക്കത്ത് ഇടാനുള്ളതാണ്. നിയമങ്ങളൊക്കെ പാലിച്ച് കൃത്യമായി ഹർക്കത്ത് ഇടാനാണ്. 1ാമത്തത് അതൊന്ന് വായിക്കുക, എന്നിട്ട് അതിൻ്റെ വിഷയങ്ങൾ പറയാം. യൻസുറുൽ ഗനിയ്യു അൽ ഫഖീറ ഹുബ്ബൻ ലില്ലാഹി തആല. യൻസുറുൽ ഗനിയ്യു അൽ ഫഖീറ ഹുബ്ബൻ ലില്ലാഹി തആല. പേജ് നമ്പർ 12 തുറന്നാൽ അഥവാ 4ാമത്തെ പാഠം, അതിൻ്റെ തദ്രീബാത്തിലെ 2ാമത്തെ നുമയ്യിസുൽ മഫാഇല വ നക്തുബുഹാ ഫിൽ ഫറാഗി കമാ ഫിൽ മിസാൽ, അതിൽ ഈ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതിലെ 5ാമത്തെ ഉദാഹരണത യൻസുറുൽ ഗനിയ്യു അൽ ഫഖീറ ഹുബ്ബൻ ലില്ലാഹി. അപ്പോൾ നമ്മളിവിടെ യൻസുറു എന്നുള്ളത് ഫിഅലാണ്, അൽ ഗനിയ്യു എന്നുള്ളത് ഫായിലാണ്. ഫായിലിന് റഫ്ഉ വേണം. ഗനിയ്യു, ഗനിയ്യ എന്നോ ഗനിയ്യി എന്നോ എഴുതരുത്. പിന്നെ അൽ ഫഖീറ മഫൂലാണ്, നസ്ബ് വേണം. ഫഖീറ, ഫഖീരി എന്നോ ഫഖീറു എന്നോ എഴുതരുത്. ഹുബ്ബൻ ലില്ലാഹി തആല, ഹുബ്ബൻ ലില്ലാഹ്. നമ്മൾ മഫ്ഊല് മുത്ലഖ് പഠിച്ചിട്ടുണ്ട്, നസ്ബാണ് കൊടുക്കേണ്ടത്. ഹുബ്ബൻ, ഹുബ്ബിൻ എന്നോ ഹുബ്ബുൻ എന്നോ കൊടുക്കരുത്. ഹുബ്ബൻ ലില്ലാഹി തആല. യൻസുറുൽ ഗനിയ്യു അൽ ഫഖീറ ഹുബ്ബൻ ലില്ലാഹി തആല. 2ാമത്തേത് നമുക്ക് എങ്ങനെ വായിക്കാം? ദഹബ്തു ഇലാ ബൈത്തിൽ ഉസ്താദി. ദഹബ്തു ഇലാ ബൈത്തിൽ ഉസ്താദി. ഇത് പേജ് നമ്പർ 17 അഥവാ 6ാമത്തെ പാഠത്തിലെ പിന്നെ തദ്രീബാത്തിൽ 17ാമത്തെ പേജിൽ ഇതേ വർക്ക് ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. നൽബിത്തു ബിൽ അഷ്കാൽ, അതിലെ 3ാമത്തെ ഉദാഹരണത നമുക്കങ്ങനെ ചെയ്യാം. ദഹബ്തു മുഫ്രദ് മുത്തക്കല്ലിമാണ്. ലാസ്റ്റ് ദഹബ്ത എന്നോ ദഹബത്തി എന്നോ എഴുതരുത്. ദഹബ്തു ഞാൻ പോയി. ഇലാ ബൈത്തിൽ ഉസ്താദി, ഇലാ ബൈത്തിൽ ഉസ്താദ്. ബൈത്തുൽ ഉസ്താദ് മുലാഫ് മുലാഫ് ഇലൈഹിയാണ്, പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഇലാ വന്നതുകൊണ്ട് ബൈത്തി ജറ് കൊടുക്കണം. ജാറ് മജറൂറും കൂടി അതിലുണ്ട്. ഇലാ ബൈത്തിൽ ഉസ്താദി, ഉസ്താദ എന്നോ ഉസ്താദു എന്നോ എഴുതരുത്, ഉസ്താദി. ദഹബ്തു ഇലാ ബൈത്തിൽ ഉസ്താദി, അങ്ങനെയാണ് അത് ഹർക്കത്തിടേണ്ടത്. 3ാമത്തേത് നമുക്കെങ്ങനെ വായിക്കാം? ജലസൽ ഉസ്താദു സുമ്മത്തുല്ലാബു. ജലസൽ ഉസ്താദു സുമ്മത്തുല്ലാബു. പേജ് നമ്പർ 14 അഥവാ 5ാമത്തെ പാഠത്തിൻ്റെ പേജ് നമ്പർ 14 തദ്രീബാത്തിൽ 3ാമത് ഇതേപോലെ തന്നെ ഹർക്കത്ത് ഇടാൻ വേണ്ടി അവിടെ വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. നൽബിത്ത് ബിൽ അഷ്കാൽ, അതാ 1ാമത്തേത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജലസ ഫീല് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഫായിലാണ് അൽ ഉസ്താദു. ഇനി സുമ്മ എന്നുള്ളത് നമ്മൾ ആത്തിഫിൻ്റെ ഹർഫാണല്ലോ. അപ്പോൾ ഉസ്താദ് എന്നുള്ളത് മഅത്തൂഫ് അലൈഹി ആവും. അത്തുല്ലാബു എന്നുള്ളത് മഅത്തൂഫാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട്
മഅത്തൂഫ് അലൈഹിയോട് ഇറാബിൽ തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉസ്താദു റഫ് ആയതുകൊണ്ട് തുല്ലാബു റഫ് എന്നെ കൊടുക്കണം. തുല്ലാബ എന്നോ തുല്ലാബി എന്ന് കൊടുക്കരുത്. ജലസൽ ഉസ്താദു സുമ്മ തുല്ലാബു. ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു. 1. യൻസുറുൽ ഗനിയ്യു അൽ ഫഖീറ ഹുബ്ബൻ ലില്ലാഹി തആല. 2. ദഹബതു ഇലാ ബൈത്തിൽ ഉസ്താദി. 3. ജലസൽ ഉസ്താദു സുമ്മ തുല്ലാബു. 12ാമത്തെ ആക്ടിവിറ്റി നുത്തർജിമു, പരിഭാഷപ്പെടുത്താനാണ് അർത്ഥവിധാനം. 2 ചോദ്യങ്ങളാണുള്ളത്. 1. റഹൽന ഇലാ ബഗ്ദാദ ബുക്രത യൗമിൽ ഖമീസി വദഖൽന ബഗ്ദാദ ലൈലത്ത സബത്തി. ഇങ്ങനെ ഒരു ചോദ്യമാണെങ്കിലും അത് 2 പോർഷനാക്കി കണ്ട് എഴുതുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയും. റഹൽന ഇലാ ബഗ്ദാദ ബുക്രത യൗമിൽ ഖമീസി അതാദ്യം എഴുതുക. പിന്നെ വദഖൽന ബഗ്ദാദ ലൈലത്ത സബത്തി അത് രണ്ടാമത് എഴുതിയാൽ കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണത് നമുക്ക് പരിഭാഷപ്പെടുത്താം? ഇത് പേജ് നമ്പർ 7 2ാമത്തെ പാഠം ആദ്യ ഭാഗത്ത് തന്നെ. ചെറിയൊരു മാറ്റമുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു പുസ്തകത്തിലുള്ള അതേപോലെ തന്നെ വന്നോളണമെന്നില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അപ്പോൾ അതിനനുസരിച്ച് കണ്ട് നമ്മൾ അർത്ഥങ്ങളും മാറ്റി കൊടുക്കുക. പുസ്തകത്തിൽ എന്താ ഉള്ളത്? റഹൽത്തു ഇലാ ബഗ്ദാദ ബുക്രത യൗമിൽ ഖമീസി വദഖൽത്തു ബഗ്ദാദ ലൈലത്ത സബ്തി എന്നാണ്. പുസ്തകത്തിൽ മുഫ്രദായിട്ട് കൊടുത്തുക്കണു, ക്വസ്റ്റ്യനിൽ ജം ആക്കിയിട്ട് കൊടുത്തുക്കണു. റഹൽത്തു എന്നുള്ളത് റഹൽന എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ദഖൽത്തു എന്ന പുസ്തകത്തിലുള്ളത് ദഖൽന എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ മുഫ്രദായ അർത്ഥം ജമ്മാക്കണം, വേറെ പ്രശ്നമൊന്നുമില്ല. റഹൽന ഞങ്ങൾ യാത്ര പോയി. ഇലാ ബഗ്ദാദ ബഗ്ദാദിലേക്ക്. ബുക്രത്ത യൗമിൽ ഖമീസ് ബുക്ര എന്ന രാവിലെ, യൗമിൽ ഖമീസ് എന്ന് പറഞ്ഞാൽ ഏതാ ദിവസം? വ്യാഴാഴ്ച. അപ്പോൾ അതങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കാം. വ്യാഴാഴ്ച രാവിലെ ഞങ്ങൾ ബഗ്ദാദിലേക്ക് യാത്ര പോയി. ഇനി അടുത്ത് നോക്കുക. അപ്പോൾ ദഖൽന ഞങ്ങൾ പ്രവേശിച്ചു. ദഖൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവേശിച്ചു. പുസ്തകത്തിൽ അങ്ങനെയാണ്. ഇവിടെ ദഖൽന ഞങ്ങൾ പ്രവേശിച്ചു. ബഗ്ദാദ ബഗ്ദാദിൽ. ലൈലത്ത സബത്ത് സബത്ത് പറഞ്ഞാൽ ശനിയാഴ്ചയാണല്ലോ. ലൈലത്ത് പറഞ്ഞാൽ രാത്രി. അപ്പോൾ വദഖൽന ബഗ്ദാദ ലൈലത്ത സബത്തി ശനിയാഴ്ച രാത്രി ഞങ്ങൾ ബഗ്ദാദിൽ പ്രവേശിച്ചു. രണ്ടാമത്തത് അൻസലല്ലാഹുൽ ഖുർആന ലികാഫത്തിൽ ഇൻസി വൽ ജിന്നി. അൻസലല്ലാഹുൽ ഖുർആന ലികാഫത്തിൽ ഇൻസി വൽ ജിന്നി എങ്ങനെ പരിഭാഷപ്പെടുത്താം? ഇത് പേജ് നമ്പർ 31 11ാമത്തെ പാഠത്തിലെ 2ാമത്തെ വരിയിൽ എന്നതാ അൻസലല്ലാഹുൽ ഖുർആന ലികാഫത്തിൽ ഇൻസി വൽ ജിന്നി. എങ്ങനെ നമുക്ക് അർത്ഥം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം? അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി, അവതരിപ്പിച്ചു എന്നൊക്കെ പറയാം. അൻസലല്ലാഹു അല്ലാഹു ഇറക്കി. അൽ ഖുർആന ഖുർആനിനെ ലികാഫത്തിൻ എല്ലാവർക്കും വേണ്ടി. ലികാഫത്തിൽ ഇൻസി എല്ലാ മനുഷ്യവർഗത്തിനും വൽ ജിന്നി എല്ലാ ജിന്നവർഗത്തിനും. അപ്പോൾ നമുക്കങ്ങനെ സെൻറ്റൻസ് ആക്കാം. അൻസലല്ലാഹുൽ ഖുർആന ലികാഫത്തിൽ ഇൻസി വൽ ജിന്നി എല്ലാ മനുഷ്യവർഗത്തിനും ജിന്നുവർഗത്തിനുമായി ഖുർആനിനെ അള്ളാഹു ഇറക്കി. ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു. 1. റഹൽന ഇലാ ബഗ്ദാദ ബുക്രത യൗമിൽ ഖമീസി വദഖൽന ബഗ്ദാദ ലൈലത്ത സബ്തി വ്യാഴാഴ്ച രാവിലെ ഞങ്ങൾ ബഗ്ദാദിലേക്ക് പോയി. ശനിയാഴ്ച രാത്രി ഞങ്ങൾ ബഗ്ദാദിൽ പ്രവേശിച്ചു. 2. അൻസലല്ലാഹുൽ ഖുർആന ലികാഫത്തിൽ ഇൻസി വൽ ജിന്നി എല്ലാ മനുഷ്യവർഗത്തിനും ജിന്നുവർഗത്തിനുമായി ഖുർആനിനെ അള്ളാഹു ഇറക്കി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ. ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.